അമേരിക്കയിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വാർത്ത പ്രസിഡന്റ് ട്രംപിൻ്റെ ഔദ്യോഗിക ഗ്രൂപ്പിലെ ചാറ്റ് പുറത്തായതാണ്. യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് ബോംബാക്രമണം നടത്താനുള്ള പദ്ധതിയാണ് മാധ്യമപ്രവർത്തകനുമായി ഷെയർ ചെയ്യപ്പെട്ടത്. ദി അറ്റ്ലാന്റിക് എന്ന മാസികയുടെ എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾഡ്ബർഗിനാണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ വിവരങ്ങൾ ചോർന്നു കിട്ടിയത്. US-ന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ചാറ്റ് ഗ്രൂപ്പിലാണ് അബദ്ധത്തിൽ ഈ മാധ്യമപ്രവർത്തകനെ ആഡ് ചെയ്തത്. ഈ ഗ്രൂപ്പിൽ US-ന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹേഗ്സേത്ത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ്, ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് എന്നീ പ്രമുഖർ ഉൾപ്പെടുന്നു. Of a bombing campaign. So I assumed that this was a spoof. It was only ഇക്കഴിഞ്ഞ മാർച്ച് 11 എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് സർവീസായ സിഗ്നൽ ആപ്പിൽ ഹൂതി PC സ്മോൾ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിലേക്കാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കിൾ വാട്സ് മാധ്യമപ്രവർത്തകനായ ജെഫ്രിയെ ആഡ് ചെയ്തത്. ഈ ഗ്രൂപ്പിൽ നിന്നും യമനിൽ ബോംബ് ഇടുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ വിവരങ്ങൾ ചോർന്നത്. ഇതേ തുടർന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും US കോൺഗ്രസിലെ അംഗങ്ങൾ വിമർശനം ഉന്നയിക്കുകയും ഇത് അമേരിക്കയിൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാകുകയും ചെയ്തു. ഇമോജികൾ ഉൾപ്പെടെയുള്ള ചാറ്റുകളാണ് ചോർന്നത്. ഇതിനെ കോൺഗ്രസ് അംഗം ജാമി റാസ്കിൻ നിശിതമായി വിമർശിച്ചു. ഇത്തരം അതീവ രഹസ്യ സ്വഭാവമുള്ളതും ഗൗരവമുള്ളതുമായ യുദ്ധ പദ്ധതികളും സൈനിക തന്ത്രങ്ങളും കൈകാര്യം ചെയ്യുന്നതിലെ അലസതയും ഇതിലൂടെ തെളിഞ്ഞു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ US-ന്റെ ഉക്രൈൻ റഷ്യ യുദ്ധവും യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര നയങ്ങളുമെല്ലാം ഈ ഗ്രൂപ്പിലെ ചർച്ചാ വിഷയങ്ങൾ വന്നിരുന്നു. 18 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് ഉക്രൈൻ ചർച്ചകളിലെ ഇടനിലക്കാരനായ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടുന്നു. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതേക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഉണ്ടായത്. എന്നാൽ ഹേഗ്സേത്ത് ആകട്ടെ യുദ്ധപദ്ധതികൾ ഒന്നും ചർച്ച ചെയ്തിരുന്നില്ലെന്ന് പറയുക മാത്രമേ ചെയ്തുള്ളൂ. ചാറ്റ് പുറത്തായതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഡെമോക്രാറ്റിക് നേതാവ് ചക്ക് ഷൂമർ പൂർണ്ണ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 15 ഹൂതികൾ ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് US സേന യമനിൽ ബോംബാക്രമണം നടത്തിയത്. ഇതിൽ ഏകദേശം 53 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം US-ൽ ആളിക്കത്തുമെന്ന് തീർച്ച. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി അഥവാ DOGE, ഇതിലെ സീനിയർ അഡ്വൈസറും ട്രംപിൻ്റെ ഉറ്റ സുഹൃത്തും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനുമായ ഇലോൺ മസ്കും ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ കമ്പനിയായ ടെസ്ലയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടേക്കും എന്ന അവസ്ഥയിലാണ്. ലോകത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ മസ്കിനോടുള്ള വിരോധം കൂടിക്കൂടി വരികയാണ്. ഇതിന് പല കാരണങ്ങളാണ്. ജർമ്മനിയിലെ പൊതു തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇടപെടുകയും നേരത്തെ സമാന രീതിയിൽ UK-യിലെ ലേബർ സർക്കാരിനെതിരെയും ഇടപെടലുകൾ നടത്തിയിരുന്നു. കൂടാതെ യൂറോപ്യൻ യൂണിയനുമായുള്ള US-ന്റെ വ്യാപാര നയങ്ങളിൽ താരിഫ് ഉയർത്തുന്നതുൾപ്പെടെയുള്ള ട്രംപിൻ്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതും യൂറോപ്പുകാർക്കിടയിൽ മസ്കിനെ വെറുക്കുന്നതിന് കാരണമായി. കൂടാതെ US-ലെ ഗവൺമെൻറ് സെക്ടറിലെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനം മസ്ക് അടങ്ങിയ ഡോജിൻ്റെ ഉപദേശപ്രകാരമായിരുന്നു. ഇത് US-കാരിൽ തന്നെ വെറുപ്പിന് കാരണമാക്കി. ഇതിനെല്ലാം പുറമെയാണ് ചൈനയിൽ നിന്നുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വിപണി കീഴടക്കിയത്. താരതമ്യേന വിലക്കുറവും പ്രവർത്തനക്ഷമതയുമുള്ള ചൈനീസ് വാഹനങ്ങളുമായി മസ്കിൻ്റെ വില കൂടിയ വാഹനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായി. ഇതെല്ലാം മസ്കിൻ്റെ ടെസ്ലയ്ക്ക് വലിയ ക്ഷീണമാവുകയും കമ്പനിയുടെ വിറ്റുവരവിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തു. ഒരു സമയം ടെസ്ല ഓഹരികൾക്ക് 50% മൂല്യത്തകർച്ച നേരിടുകയും ചെയ്തിരുന്നു. ഇത് ഏകദേശം $800 ബില്യൺ നഷ്ടമുണ്ടാക്കി. ഈ സമയം അത്രയും ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവായ മസ്ക് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിലാണ്. ഇതോടെ ടെസ്ല കമ്പനിയിലെ മറ്റു ഓഹരി ഉടമകൾ മസ്കിന് നേരെ തിരിയാൻ കാരണമായി. ഇത് അവർ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തുറന്ന് സംസാരിക്കുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. ഇതിപ്പോൾ മസ്ക്
കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുമെന്ന ഘട്ടം വരെ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച മസ്കിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ കമ്പനിയായ എക്സ് പ്ലാറ്റ്ഫോം ഹാക്ക് ചെയ്യപ്പെടുകയും പ്രവർത്തനങ്ങൾ ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ട്രംപിനും സുഹൃത്തായ മസ്കിനും ശനിദശ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം.